നമസ്കാരം. എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2-ൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഡിസ്കസ് ചെയ്തിരുന്നു. അതേ കണക്ക് ഇവിടെ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അത് സ്റ്റഡി ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. വേണ്ട കമ്പോണൻസ്: ഒരു സർക്കുലാർ കോയിൽ വേണം, ഒരു ബാറ്ററി വേണം, കളക്ഷൻ ഓഫ് സെൽസ്, ഒരു കീ വേണം, റിയോസ്റ്റാറ്റ്, അമീറ്റർ. കറണ്ടിൻ്റെ സോഴ്സായിട്ടാണ് ബാറ്ററി ഉപയോഗിക്കുക. കറണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനാണ് കീ ഉപയോഗിക്കുക. എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നറിയാനാണ് അമീറ്റർ ഉപയോഗിക്കുന്നത്. ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുവാനും കുറയ്ക്കുവാനും അഡ്ജസ്റ്റ് ചെയ്യാനാണ് റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഈ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനും പറ്റും. അപ്പോൾ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ ആൻഡ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ കീ ക്ലോസ് ചെയ്താൽ കറണ്ട് ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇപ്പോൾ ബോർഡിൻ്റെ പ്ലെയിനിലാണ് ഈ കോയിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഈ നെഗറ്റീവ് ടെർമിനൽ ഇപ്പുറത്തായിരുന്നുവെങ്കിൽ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്കുലാർ കോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിലും മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഫീൽഡ് ഇൻവിസിബിളാണ്. ആ ഇൻവിസിബിളായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ദൃഷ്ടിഗോചരമല്ലാത്ത ആ മാഗ്നറ്റിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക ബലരേഖകൾ കൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, ദൃശ്യവൽക്കരിക്കാം. അങ്ങനെ ദൃശ്യവൽക്കരിച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ കാണുന്ന വിധത്തിലായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റഡി ചെയ്യാം. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും, എന്തൊക്കെ വിവരങ്ങൾ കിട്ടും നമുക്ക് നോക്കാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങളുടെ ഈ കോയിൽ നമ്മുടെ മുൻപിലുള്ള മേശപ്പുറത്ത്, അതായത് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടുള്ളൊരു പ്ലെയിനിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് സർക്കുലാർ കോയിൽ ഇവിടെ ഉള്ളത്. അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഞാനിവിടെ തിക്ക് ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് ആ കോയിലിൻ്റെ പ്ലെയിനിലോട്ട് നോക്കിയാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, എതിർ ഘടികാര ദിശയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. തിരിച്ചു ആവാം, ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ കാണുന്ന വിധത്തിലായിരിക്കും. ഇവിടെ ഞാൻ ഈ കോയിലിന് ചുറ്റുമുള്ള എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും വരച്ചിട്ടില്ല. ഞാൻ കണ്ടക്ടറിലെ 2 പോയിൻ്റുകൾ പരിഗണിച്ചു. ഇവിടെയും ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് വേറൊരു പോയിൻ്റ്. ആ 2 പോയിൻ്റുകളെ കണക്ട് ചെയ്തൊരു ലൈൻ ഇങ്ങനെ സങ്കല്പിച്ചാൽ, ഡയമീറ്റർ വ്യാസം സങ്കല്പിച്ചാൽ, ആ ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുപോലെ ധാരാളം പോയിൻ്റുകൾ നമുക്ക് മറ്റ് പോയിന്റിൽ പരിഗണിക്കാൻ പറ്റും. അവയെ തമ്മിൽ കണക്ട് ചെയ്ത് വ്യാസം, ഡയമീറ്റർ വരയ്ക്കാൻ പറ്റും. ആ ഡയമീറ്റേഴ്സിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ധാരാളം വരയ്ക്കാനും പറ്റും. പക്ഷേ എനിക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാനായിട്ട് ഇത് മതി, അതുകൊണ്ട് ഞാൻ അത്രയും വരച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടക്ടർ, ഏത് 2 പോയിൻ്റുകൾക്കിടയിലുള്ള ലൈൻസാണ് ഞാൻ വരച്ചിരിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടീസ്, ഈ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതുവഴി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. വളരെ അടുത്ത്, കണ്ടക്ടറിന് വളരെ അടുത്താണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കുലാർ ഷേപ്പിലാണ്. ഈ സർക്കുലാർ ഷേപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സെൻറ്റേഴ്സ് ഏതിൽ തന്നെ? കണ്ടക്ടറിൽ തന്നെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ സവിശേഷത, നിയർ ദി കണ്ടക്ടർ magnetic field lines are circular in shape with the centers on the conductor itself. ചാലകത്തിന് വളരെ അടുത്ത് കാന്തിക ബലരേഖകൾ വൃത്താകൃതിയിലാണ്. അവയുടെ കേന്ദ്രം
കണ്ടക്ടറിൽ തന്നെയാണ്. അപ്പോൾ ഈ ചാലകത്തിൽ നിന്ന് ചാലകത്തിൻ്റെ കേന്ദ്രത്തിലോട്ട് ചെല്ലുമ്പോൾ ആസ് വി മൂവ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലാർ കോയിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ഷേപ്പ് ഓഫ് ദി ദ ഷേപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ലെറ്റ് us see. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ കർവേച്ചർ, വക്രത അത് കുറയുകയാണ്. വളവ് കുറയുകയാണ്. ഇവിടെ നന്നായി വളഞ്ഞിട്ടുണ്ട്. ആ വളവ് നിവർന്നു വന്നു, കൂടുതൽ നിവർന്നു. സെൻറ്ററിലെത്തിയപ്പോഴേക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏത് ഷേപ്പിലോട്ട് മാറി? ഋജുരേഖകളായിട്ട് മാറി, നേർരേഖകളായിട്ട് മാറി. അപ്പോൾ അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ആസ് വി മൂവ് towards the center of the coil, curvature of magnetic field lines decreases, വക്രത കുറയുന്നു. and they become straight at the center. സെൻറ്ററിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഋജുരേഖകളായിട്ട് പരിണമിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി, അടുത്തടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, രണ്ടാമത്തെ ലൈൻ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്പം കുറഞ്ഞിരിക്കുകയാണ്. 3ഉം 4ഉം നോക്കിയാൽ അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൻറ്ററിലോട്ട് ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള അടുത്തടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള അടുപ്പം കുറയുകയാണ്. ആ അടുപ്പമൊന്നുമല്ല, ആ ഡിസ്റ്റൻസ് കുറയുകയാണ്. അടുത്തടുത്ത ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് അടുപ്പം കൂടി വരികയാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സെൻട്രലിലോട്ട് ചെല്ലുമ്പോൾ അടുത്തടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കൺസിക്യൂട്ടീവ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് കുറഞ്ഞു വരുന്നു. 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ അങ്ങനെ കുറഞ്ഞു വരുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ കുറഞ്ഞു വരുന്നു. അതായത് ക്ലോസ്നെസ് കൂടി വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ടുവേർഡ്സ് സെൻറ്റർ ഈ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് വരുന്നു, ക്ലോസ്നെസ് കൂടി വരുന്നു, ആപേക്ഷികടുപ്പം കൂടി വരുന്നുവെങ്കിൽ സെൻറ്ററിലോട്ട് ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ആ ക്ലോസ്നെസ് കൂടി വരുന്നത്, സെൻറ്ററിലോട്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കണ്ടു എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 1-2 വസ്തുക്കൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത് ഈ സർക്കുലാർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, സർക്കുലാർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇതിലെ നമ്പർ ഓഫ് ടേൺസ്, ഈ 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കുലാർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഏതൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അത് ആശ്രയിക്കുന്നത് ഏത് അളവിലുള്ള കറണ്ടാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്, അതിലെത്ര ചുറ്റുകളുണ്ട്, ഈ 2 ഫാക്ടേഴ്സിനെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി നോക്കേണ്ടത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറണ്ട് അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഞാനൊരു സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ കോയിൽ ഇവിടെ ഈ സ്പേസിൽ ഇങ്ങനെ നിൽപ്പുണ്ടോ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനൊരു സെൻറ്റർ ഉണ്ടാവും, ഈ പോയിൻ്റ്. ഈ സെൻറ്ററിലൂടെ ഈ കോയിലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഒരു ലൈൻ ഇങ്ങനെ സങ്കല്പിച്ചാൽ ഇത് നമുക്ക് ആക്സിസ് ഓഫ് ദി കോയിൽ എന്ന് വിളിക്കാം. അപ്പോൾ കോയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അതിന് സെൻറ്റർ ഈ കോയിലിൻ്റെ പ്ലെയിൻ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ അത് നമുക്ക് കോയിലിൻ്റെ ആക്സിസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ കോയിലിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കോയിൽ സ്ഥിതി ചെയ്യുന്നത് ബോർഡിൻ്റെ പ്ലെയിനില്ല, അതിൻ്റെ സെൻറ്റർ ഇവിടെ വരുന്നു. ഇതാണ് കോയിലിൻ്റെ പ്ലെയിൻ എങ്കിൽ
ഈ സെൻറ്റർ വഴി കോയിലിൻ്റെ പ്ലെയിനിനെ പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്ത് പോകുന്ന ലൈൻ, ഇതാണ് അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്, റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് അങ്ങനെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആക്സിസിലൂടെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ടിനെയും നമ്പർ ഓഫ് ടേൺസിനെയും. ഇനി മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഏത് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെയാണ് ഒരു സർക്കുലാർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈ കോയിലിൻ്റെ ആക്സിസിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ആക്സിസിലൂടെ. ഈ ആക്സിസിലൂടെ ആക്ട് ചെയ്യുമ്പോൾ തന്നെ ആക്സിസിലൂടെ എങ്ങോട്ടായിരിക്കണം? ആക്സിസിലൂടെ ഇങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആക്സിസിലൂടെ എങ്ങോട്ട് വേണം? കോയിലിൻ്റെ ആക്സിസിൽ ഇപ്പുറത്തെ വശത്ത്, കോയിലിൻ്റെ ആക്സിസ് കോയിലിൻ്റെ രണ്ട് വശത്തുമുണ്ട്. ആ ഒരു വശത്ത് കോയിലിന് ദൂരേക്കാണോ കോയിലിനടുത്തോട്ടാണോ ആ കാര്യം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പോയിൻ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, എങ്ങനെയാണ് അതിനനുസരിച്ച് കോയിലുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, റിസൾട്ടൻ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആക്സിസിലൂടെ ആയിരിക്കും. ആക്സിസിലൂടെ എങ്ങനെ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കുക. ഈ കോയിൽ നമ്മൾ പറഞ്ഞു മേശപ്പുറത്തിരിപ്പുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കുന്ന റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിലൂടെ ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. ആക്സിസിലൂടെ ആക്ട് ചെയ്യും. ആക്സിസിലൂടെ എങ്ങോട്ടാണ്? മുകളിലോട്ടാണോ താഴോട്ടാണോ? കോയിലിൽ നിന്ന് ദൂരേക്കാണോ കോയിലിനടുത്തോട്ടാണോ? അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കുക. അതെങ്ങനെ? ഇവിടെ സർക്കുലാർ കോയിലിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വലത് കൈ നിയമം അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കോയിലിൽ കറണ്ട് ഒഴുകുന്ന ദിശയിൽ വലത് കൈയിലെ വിരലുകൾ ചുറ്റുക, കേൾ ചെയ്യുക. അപ്പോൾ നിവർത്തി പിടിച്ചിരിക്കുന്ന തള്ളവിരൽ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കും, റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മുകളിൽ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തമ്പ് വരത്തക്കവണ്ണം നമ്മൾ വിരലുകൾ ചുറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചുറ്റാൻ കഴിയുക. നമുക്കിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റാൻ സാധിക്കും, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റാൻ സാധിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുറ്റാൻ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കറണ്ട് ഡയറക്ഷനൊന്നും ആയില്ല. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ചുറ്റാൻ സാധിക്കത്തക്കവണ്ണം വലത്തേ കൈ പിടിക്കണം. എന്നിട്ട് കറണ്ട് ദിശയിൽ ചുറ്റിയാൽ തള്ളവിരൽ, നിവർത്തിയ തള്ളവിരൽ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സൂചിപ്പിക്കും. ആ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്സിസിൽ അങ്ങോട്ടായിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും, മാഗ്നറ്റിക് ഫീൽഡിനെ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. ഈ ആരോ മാർക്കുകൾ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആരോ മാർക്ക് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിൽ കൊടുത്തേക്കുന്നത്. മനസ്സിലാവുമല്ലോ? അപ്പോൾ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡ്യൂ ടു കറണ്ട് ക്യാരിങ് സർക്കുലാർ കോയിൽ എങ്ങോട്ടായിരിക്കും എന്ന് മനസ്സിലാക്കി. അത് കൃത്യമായിട്ട് എങ്ങോട്ടായിരിക്കും എന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ആക്സിസിലൂടെ ആയിരിക്കും. ആക്സിസിലൂടെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ശരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആക്സിസിൽ എങ്ങോട്ടായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഒരു കറണ്ട് ക്യാരിങ് സർക്കുലാർ കോയിൽ, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ ഈ സർക്യൂട്ട് ഉപയോഗിക്കാം. ഇനി എൻ്റെ പ്രോപ്പർട്ടീസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറണ്ട് മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും, ഫീൽഡ് ചുറ്റും ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഫീൽഡ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അറിയണം കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഫീൽഡിൻ്റെ ആരോ മാർക്കുകൾ വരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നിയർ ദ കണ്ടക്ടർ സർക്കുലാർ ഷേപ്പിലാണ്. ടുവേഴ്സ് ദ സെൻറ്റർ കർവേച്ചർ കുറയുന്നു, സെൻറ്ററിലെത്തുമ്പോഴേക്കും അത് സ്ട്രെയിറ്റ് ലൈൻസായിട്ട് മാറുന്നു. ഇനി ആ ലൈൻസ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ടുവേഴ്സ് സെൻറ്റർ പോകുമ്പോൾ ക്ലോസ്നെസ് കൂടി വരികയാണ്. ഇവിടെ എത്തുമ്പോൾ സെൻറ്ററിലെത്തുമ്പോൾ ആ ക്ലോസ്നെസ് മാക്സിമത്തിലെത്തുകയാണ്, അടുപ്പം കൂടുകയാണ്. അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡിന് ഏറ്റവും കൂടുതൽ ശക്തി വരുന്നത് സെൻട്രലായിരിക്കും.
അപ്പോൾ സർക്കുലാർ കോയിൽ ക്യാരിയിങ് കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആവുന്നത് എവിടെയാണ് സെൻറ്ററിലാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും കുറഞ്ഞ് പൂജ്യമാകുന്ന എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും, അനന്തതയിലായിരിക്കും. കോയിൽ നിന്ന് ആക്സിസിലൂടെ ദൂരേക്ക് ചെല്ലുമ്പോൾ, ഈ ആക്സിസിലൂടെ ദൂരേക്ക് ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറഞ്ഞ് ഇവിടെ മാക്സിമം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ദൂരേക്ക് ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞ് വരും. ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് പൂജ്യമായിട്ട് മാറും. ഇനി ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്. കറണ്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇവിടെ ഇപ്പോൾ ഒരു ടേണേ ഉള്ളൂ. 2 ടേൺ ഉണ്ടെങ്കിൽ ഇവനുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് 5, 2 ടേൺ ഉണ്ടെങ്കിൽ 10 ആയിരിക്കും, 3 ടേൺ ഉണ്ടെങ്കിലും 15 ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തങ്ങനെ പോകും. ഇനി റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? ആക്സിസിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അത് നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വരുന്നത് സെൻട്രലാണ്, ഇൻഫിനിറ്റിയിൽ അത് 0 ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുമെങ്കിൽ അതിനെ പോൾസ് ഡെവലപ്പ് ചെയ്യും. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഏത് ഫേസിലാണ് അല്ലെങ്കിൽ ഏത് എൻഡിലാണ് നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുക, ഏത് എൻഡിലാണ് സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യുക നോക്കാം. ഇപ്പോൾ ഒരു സർക്കുലാർ കോയിൽ, ഈ കോയിലിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുമ്പിൽ നിന്നിട്ട് നോക്കുന്നൊരു നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് സൗത്ത് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിന് നേരെ എതിർവശത്ത് ഏത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുമായിരിക്കും? നോർത്ത് പൊളാരിറ്റി. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഫേസിൽ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും, മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൽ പോൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോൾസ് ഉണ്ടാകുന്നുണ്ട്. ഏത് ഫേസിൽ നോർത്ത്, ഏത് ഫേസിൽ സൗത്ത്? ഒരു ഒബ്സർവറിന് ഏത് ഫേസിലാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നിടത്ത് തോന്നുക ആ ഫേസിൽ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഏത് ഫേസിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നിടത്ത് തോന്നുന്നത് അവിടെ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ അവസാനിക്കുന്നു, ആ സെൻസിലെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റിയിലൂടെ കറങ്ങി ഈ മറുവശത്ത് വന്ന് അവസാനിക്കും. അപ്പോൾ ഈ ഫേസിൽ നോർത്ത്, മറുവശത്ത് അടിവശത്ത് സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിലുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അടുത്ത് നോക്കേണ്ടത് ഒരു സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഒരു സോളിനോയിഡ്? ഒരു ലോങ് വയർ എടുക്കുന്നു, ഒരു ലോങ് വയർ, അതിനെ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുക്കുന്നു, സ്പ്രിങ് പോലെ ചുറ്റിയെടുക്കുന്നു. എങ്കിൽ ഈ സംവിധാനത്തിന് നമുക്കൊരു സോളിനോയിഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോയിൽ എന്ന് വിളിക്കാം. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എ കണ്ടക്ടർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്കൽ ഫോമിൽ ചുറ്റിയെടുത്തിട്ടുള്ള ഒരു ചാലക കമ്പിയെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സോളിനോയിഡ് പരിഗണിച്ചു കഴിഞ്ഞാൽ അതിൽ ധാരാളം സർക്കുലാർ ആയിട്ടുള്ള കോയിൽസ് ഉണ്ട് എന്നൊക്കെ പരിഗണിക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒരു സോളിനോയിഡിനെ നമുക്കൊരു സർക്കുലാർ കോയിൽസിൻ്റെ കളക്ഷനായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അതിനുപയോഗിക്കുന്ന സർക്യൂട്ട്, ദ സർക്യൂട്ട് യൂസ്ഡ് ടു സ്റ്റഡി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്, അത് ഈ കാണിച്ചിരിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട്? സോളിനോയിഡ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, കീ ഉണ്ട്. ഈ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ തന്നെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ, ഇൻവിസിബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്
എത്തരത്തിലുള്ളതായിരിക്കും, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും നോക്കും. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കിയാൽ നമുക്ക് നന്നായി പരിചയമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഡിസ്ട്രിബ്യൂഷന് സിമിലറാണ്. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണോ, ഏത് തരത്തിലാണോ, അതേ തരത്തിലാണ് ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് ദൃശ്യവൽക്കരിക്കാൻ, വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് സിമിലറാണ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിന് ചുറ്റും ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് സിമിലറാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് ഇക്വാലൻ്റ് ടു എ ബാർ മാഗ്നറ്റ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡും ഒരു ബാർ മാഗ്നറ്റും സിമിലറായിട്ടുള്ള ഒരേ സവിശേഷതകളുള്ള രണ്ട് ഫിസിക്കൽ സിസ്റ്റംസാണ്. അവ രണ്ടും ഐഡൻറ്റിക്കലാണ് എന്നുള്ളതാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇതൊരു ബാർ മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുമെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും രണ്ട് പോൾസ് ഉണ്ടാവും. ഞാൻ ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും എന്ന് പരിഗണിച്ചിരിക്കുകയാണ്. ഒരുപാട് കോയിലുകൾ ചേർന്ന്, സർക്കുലാർ കോയിലുകൾ ചേർന്നാണ് ഈ സോളിനോയിഡ് ഉണ്ടായിരിക്കുന്നത് എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഒരെൻഡിൽ ആ സർക്കുലാർ കോയിലിൻ്റെ ഒരു വശം നോർത്തും മറുവശം സൗത്തുമായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. അപ്പോൾ ഈ ഓരോ കോയിലിൻ്റെയും ഒരേ വശങ്ങൾ നോർത്തായിട്ടും മറ്റേ വശങ്ങൾ സൗത്തായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയാണെങ്കിലും ഈ എൻഡിൽ നോർത്തോ സൗത്തോ, ഈ എൻഡിൽ നോർത്തോ സൗത്തോ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നോർത്താണെങ്കിൽ അങ്ങേയറ്റ സൗത്ത്. ഞാനിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നു ഇവിടെ എന്താണ് നോർത്ത് പോൾ എന്ന് വെച്ചാൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്നു. ഇങ്ങേയറ്റത്തെ കോയിലിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുന്ന ഒരു ഒബ്സർവറിന് തോന്നും ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിലാണ്, ഇവിടെ എന്താണ് ക്ലോക്ക് വൈസ് സെൻസിലാണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ അവസാനിക്കുന്നു. ഇൻസൈഡ് ദി സോളിനോയിഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് പോളിൽ അവസാനിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്, അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റിന് ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് സോളിനോയിഡിനെ ബാർ മാഗ്നറ്റായിട്ട് പരിഗണിക്കാം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ്. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സൗത്ത് പോളിൽ അവസാനിക്കുന്നു. ഔട്ട്സൈഡ് ദി മാഗ്നറ്റ്, ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. ഇൻസൈഡ് ദി സോളിനോയിഡ് ഈ സൗത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് പോളിൽ അവസാനിക്കുകയാണ്. പരസ്പരം ക്രോസ് ഒന്നും ചെയ്യുന്നില്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും ക്ലോസറായിട്ട് അടുത്തടുത്തായിട്ട് കാണപ്പെടുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലാണ്, എൻഡുകളിലാണ്, പോൾസിലാണ്. അവിടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കണം, ഈ രണ്ട് റീജിയൻസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത്, വളരെ ക്ലോസ് ആയിട്ട് വരുന്ന അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ്. ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻസൈഡ് ദി സോളിഡ്, ഇൻസൈഡ് ദി സോളിനോയിഡ്, ഔട്ട്സൈഡ് ദി സോളിനോയിഡ് എങ്ങനെയായിരിക്കും? ഈ സോളിനോയിഡിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഈ സോളിനോയിഡിലെ സർക്കുലാർ കോയിൽസ്, ആ കോയിലുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് ഈ സെൻറ്റർ പോയിൻ്റ് വഴി പാസ് ചെയ്ത് പോകുന്നൊരു ലൈൻ പരിഗണിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആക്സിസ് എന്ന് പരിഗണിക്കാം. ഈ ആക്സിസിലൂടെ ആയിരിക്കും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് വിൽ ആക്ട് എലോങ് ഇറ്റ്സ് ആക്സിസ് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ആക്സിസ് വഴി
ഈ പറഞ്ഞ ഫീൽഡ് ആക്ട് ചെയ്യുമെന്നാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം, ഒരു സോളിനോയിഡ് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിനുള്ളിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോമാണ്. ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏതാണ്ട് പകുതിയായിരിക്കും എൻഡിൽ വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ, 10 ടെസ്ല ആണെങ്കിൽ, എൻഡിലോട്ട് വരുമ്പോൾ അത് ഓൾമോസ്റ്റ് 5 ടെസ്ല ആയിട്ട് മാറും എന്നാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എന്ന സെക്ഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിൻ്റെ ഏത് എൻഡിലാണ് സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യുക, ഏത് എൻഡിലാണ് നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുക, ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതിന് ക്ലോക്ക് റൂൾ എന്നൊരു റൂളാണ് പഠിക്കേണ്ടത്. അത് സർക്കുലാർ കോയിലിൻ്റെ കേസിലും നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. റൂൾ പറയുന്നത് ഏതാ, സോളിനോയിഡിൻ്റെ 2 എൻഡ്സിൽ ഏത് എൻഡിലാണോ കറണ്ട് ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്യുന്നത് ആ എൻഡിൽ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഏത് എൻഡിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവിടെ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ the end of the solenoid at which current flows in clockwise direction will develop south polarity, and the end at which current flows anti-clockwise sense will develop north polarity. ഈ റൂളാണ് ക്ലോക്ക് റൂൾ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിൻ്റെ ഏതെൻഡിൽ നോർത്ത് ഏതെൻഡിൽ സൗത്ത് പോൾസ് ഡെവലപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി കറണ്ട് ക്യാരിയിങ് സിസ്റ്റംസ് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന സെക്ഷൻ കഴിയുകയാണ്. ഇനി അടുത്തൊരു സെക്ഷനാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് അത് നമുക്ക് അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം.